എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. നമുക്കിനി ഒരാഴ്ചയിൽ കുറവേയുള്ളൂ നമുക്കിനി നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അടുത്ത ആഴ്ച ഈ ഒരു സമയം നമ്മൾ നാട്ടിലായിരിക്കും, മോസ്റ്റ്ലി കോഴിക്കോടായിരിക്കും. എത്രയൊക്കെ നമ്മൾ നാട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ഷോപ്പ് ചെയ്യാനില്ല എന്ന് പറഞ്ഞാലും നമുക്ക് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാനുണ്ടായിരിക്കും കേട്ടോ. ഇത്തവണ ഞാൻ വിചാരിച്ചു, ഞാനിപ്പോൾ നാട്ടിൽ പോയി വന്നിട്ട് ഒരു 6 മാസം ആകുന്നേ ഉള്ളൂ. അമ്മയും അച്ഛനും നാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ നമ്മുടെ കയ്യിൽ കൊടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ പോകുമ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് യുവിനെയും കൊണ്ട് ട്രാവൽ ചെയ്യല്ലേ, ലഗേജ് എല്ലാം കുറച്ച് കയ്യും വീശി പോയി വരണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതൊന്നും നടപടിയാവുന്ന കാര്യമല്ല. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് എത്രയൊക്കെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും വളരെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാതെ ഇങ്ങനെ നമ്മൾ നാട്ടിൽ പോകും. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. ഷോപ്പിംഗ് നമ്മൾ അധികം ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ ഇന്ന് എന്നെ വ്ളോഗ് എടുക്കാൻ പ്രേരിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് അറിയോ? ഞാൻ ആദ്യമായിട്ട് ഇന്ന് യുവിനെയും കൊണ്ട് പുറത്തു പോവുകയാണ്. നമുക്ക് എല്ലാ കാര്യവും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റോ ആങ്സൈറ്റിയോ ടെൻഷനോ ഒക്കെ ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ അമ്മയും അച്ഛനും പോയി കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാനും വിഷ്ണുവും കൂടെ അവൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. ഒപ്പം അത്യാവശ്യം ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളൊരു ഒരു ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞപ്പോൾ വിഷ്ണു ഓഫീസിൽ പോയി തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് അവനെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു ആങ്സൈറ്റി ടെൻഷൻ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോർമലായി. ഇവൻ്റെ കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും തിരക്കേടില്ലാതെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ വിഷ്ണു ഓഫീസിൽ പോകുമ്പോൾ അവൻ്റെ ഒരു ഡേ മൊത്തം അവനെ മാനേജ് ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. ചില ദിവസം കിളി പറക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിയായി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വലിയ തിരക്കേടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ടൈം ടെൻഷൻ നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഇന്ന് എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്. കാരണം ഞാൻ ഇന്ന് യുവിനെയും കൊണ്ട് ആദ്യമായി പുറത്ത് ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോവുകയാണ്. പുറത്തിറങ്ങിയ പൊതുവെ പുള്ളി ഒരു മാന്യനാണ്. ഇന്നെന്താവും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്നും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു വ്ളോഗായിരിക്കും. ആദ്യമായിട്ട് ഇവനെയും കൊണ്ട് സെൻട്രൽ ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പം ഞാനും യുവിയും കൂടെ ഉള്ള ഒരു ഡേറ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. എന്നത്തെയും പോലെ രാവിലെ എണീറ്റ് ബെഡൊക്കെ വിരിച്ചു. അതേപോലെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പം ആദ്യം ചെയ്യുന്ന കാര്യം യുവിനെ കുളിപ്പിക്കുക, അവനെ ഫീഡ് ചെയ്യുക, പിന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവനൊന്ന് ഉറക്കുക എന്നുള്ളതാണ്. ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് സക്സസ്ഫുള്ളി ഞാനിവിടെ നിൽക്കട്ടെ. അത് എൻ്റെ മുഖത്ത് ഈ ഒരു പ്രൗഡ് ഫീൽ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ആ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി ഞാനും ഒന്ന് ഫ്രഷായി ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് സെൻറ്ററത്തോട്ട് പോവാം ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വിഷ്ണു യുവിയും കൂടെ താഴെ ഇരിക്കുകയാണ്. ഞാൻ ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് താഴെ പോവാം. എന്നിട്ട് ഡ്രസ് ചെയ്ത് അധികം ലേറ്റ് ആവാതെ ഇറങ്ങാം. ഇത് ന്യൂട്രിഡേമിന്റെ ഡീടോക്സ് ക്ലെൻസറും പിന്നെ പോപ്പുലർ ആയിട്ടുള്ള വൈറ്റമിൻ ഇ ബേസ്ഡ് മോയ്സ്ചറൈസിംഗ് ലോഷനും. ഡീടോക്സ് ക്ലെൻസറുള്ള 2% ഗ്ലൈക്കോളിക് ആസിഡ് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും ഡൾ സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. എൻ്റെ എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ്. ഓരോ യൂസിന് ശേഷം സ്കിൻ ഭയങ്കര ഡ്രൈ ആയതുപോലെ ഫീൽ ചെയ്യാറില്ല. ഒപ്പം സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടും റിഫ്രഷ്ഡ് ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ക്ലെൻസറിന് ശേഷം സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ന്യൂട്രിഡമിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള വൈറ്റമിൻ ഇ ബേസ് വരുന്ന മോയ്സ്ചറൈസർ ആണിത്. വൈറ്റമിൻ ഇയുടെ ബെനിഫിറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്ത് റെഡ്നെസ് കുറച്ച് സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒപ്പം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആയതുകൊണ്ട് സ്കിന്നിലോട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ചെയ്യും. ഏത് ടൈപ്പ് സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഡീടോക്സ് ക്ലെൻസറും ഈ ഒരു വൈറ്റമിൻ ഇ ബേസ്ഡ് മോയ്സ്ചറൈസറും. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒപ്പം കമന്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെക്കാം. പ്രൊഡക്റ്റ് ന്യൂട്രിഡം ഇന്ത്യ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഐബീരിയ സ്കിൻ ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്. രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്ന് നമ്മളൊരു പൊടി ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അമ്മയും അച്ഛനും വന്നപ്പോൾ കൊടുന്നതാണ് ഈ ഒരു കുഞ്ഞി ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുന്ന ഇഡ്ഡലി തട്ട്. പൊടി ഇഡ്ഡലി ഞാൻ ഒരാഴ്ച മുന്നെയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. സംഗതി ആക്ച്വലി കൊള്ളാം. നമുക്ക് വേറൊരു ചട്നിയുടെയോ ചമ്മന്തിയുടെയോ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മൾ ഈ കുഞ്ഞി ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് പൊടിയെല്ലാം വെച്ചുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വേണമെങ്കിൽ വലിയ ഇഡ്ഡലി ആണെങ്കിലും നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലും ബാക്കി ഞാൻ വെള്ളവും ആഡ് ചെയ്തിട്ടാണ് കേട്ടോ പൊടി മിക്സ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്. ജോലിയിൽ മുഴുകിയിരിക്കുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് കിട്ടിയത് തന്നെ ഞാൻ എൻ്റെ മഹാഭാഗ്യമായി കണക്കാക്കുന്നു. യുവീനെ കാണാണ്ടോ നിങ്ങൾക്ക്? വിഷുവിൻ്റെ ചെസ്റ്റിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഇന്ന് രാവിലെ എനിക്ക് കുറച്ചധികം പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ പോകുന്നതിൻ്റെ ചെറിയ പാക്കിംഗ് ഒക്കെ ചെയ്യണമല്ലോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇന്ന് നമുക്ക് രണ്ടുപേർക്കും കുറച്ച് വിശക്കുന്നതുകൊണ്ട് നമ്മളൊരു പൊടി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിഷ്ണു ഇവനെ എടുത്തിരിക്കാമെന്ന് പറഞ്ഞു കുറച്ച് നേരം. ഇവന് സാധാരണ ഈ നേരത്ത്
അവൻ സ്വന്തം കിടന്ന് ഉറങ്ങാറുണ്ട്. അതായത് നമ്മൾ ബെഡിലൊക്കെ വിരിച്ചു കൊടുത്ത് അവിടെ കിടന്ന് ഉറങ്ങും. പക്ഷെ ഇന്നലെ പുള്ളിക്ക് ഒരു വാക്സിനേഷൻ ഉണ്ടായിരുന്നു. 2 കാലിലും നല്ല ഇഞ്ചക്ഷൻ കിട്ടി. അപ്പം അതിൻ്റെ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇന്നലെ രാത്രിയൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഓർത്ത് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു, എന്നെ കുത്തിയിലോ എന്നുള്ളത്. അപ്പോൾ വിഷ്ണു ഇവിടെ ജോലി ചെയ്യുമ്പോൾ അവനെ ഇരുത്തി ഒപ്പം ജോലി ചെയ്യാണ്. ഇത് നമ്മൾ അധികമൊന്നും ചെയ്യാറില്ല കേട്ടോ. ഇങ്ങനത്തെ രണ്ടുപേരും ഭയങ്കര ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഇന്ന് എനിക്ക് ഒരു നിവൃത്തിയില്ല, കാരണം പോകാനുള്ള പാക്കിങ് ഇന്നെങ്കിലും ഓർത്ത് പിടിച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഗതി നടക്കില്ല. അപ്പോൾ രാവിലെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. മെയിൻലി ഇവൻ്റെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇവനൊരു 100 സാധനം ഉണ്ടായിരിക്കുമല്ലോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വിഷ്ണുവിന് ഇപ്പോൾ മീറ്റിംഗ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു ഇങ്ങനെ എടുത്തിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങട്ടെ. ഇന്ന് ആദ്യമായിട്ട് ഞാൻ യുവിയും കൂടെ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകണം. വിഷ്ണു, ആർ യു എക്സൈറ്റഡ് ഓർ ആർ യു വെറീഡ്? നോക്കിയാൽ മതിയെന്നോ? നോക്കാതിരിക്കുകയോ? നമുക്ക് പോയി മറുപടിയും കിട്ടില്ല. നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, എനിക്ക് വേണോ പൊടി ഇഡ്ഡലി? നമുക്ക് പൊടി ഇഡ്ഡലിയുടെ ഒപ്പം ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും കൂടെ ആവാം കേട്ടോ. ഇന്നലെ രാത്രി നമ്മുടെ രണ്ടുപേരുടെയും മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇത് ഇവനെ നാട്ടിൽ കൊണ്ടുപോകാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എല്ലാം എടുത്തു വെച്ചില്ലേ, കാര്യങ്ങളൊക്കെ ചെക്കിംഗ് ആയിരുന്നു. ഇവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം കേട്ടോ. കാരണം ഇവന്റെ പേരൻസ് നമ്മളാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരേ ഒരു ഡോക്യുമെന്റ് അതാണ്. അപ്പം എല്ലാ എയർലൈൻസും ഒന്നും ചോദിക്കണം എന്നില്ല. പക്ഷേ ഇനി ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ഇല്ലാതിരിക്കാൻ പാടില്ലല്ലോ. ലവിഷ്, പിന്നെ ആദ്യമായിട്ട് ഇവനെയും കൊണ്ട് ട്രാവൽ ചെയ്യുകൊണ്ട് എങ്ങനെ ട്രാവൽ നമുക്ക് ഈസി ആക്കാം എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചും പ്ലാൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. എത്രയ്ക്ക് ഈസി ആക്കാൻ നോക്കിക്കഴിഞ്ഞാലും അവസാനം നമ്മൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അതിലുണ്ടായിരിക്കും. നാട്ടിൽ വന്നാൽ നമുക്ക് കൊതു ഒരു പുതിയ ഫാക്ടറാണല്ലോ. കാരണം ഇവിടെ അങ്ങനെ സമ്മറിലൊക്കെ വല്ലപ്പോഴും 1-2 കൊതുകളെയൊക്കെ കാണാറുണ്ട് എന്നല്ലാതെ കൊതു ഇവിടെ വലിയൊരു പ്രശ്നമല്ല. പക്ഷെ നാട്ടിൽ വന്നാൽ സന്ധ്യാസമയത്തൊക്കെ ഇവനെ കൊതു കടിക്കാനുള്ള സാധ്യതയൊക്കെ നല്ലോണം ഉണ്ട്. അപ്പം അതിന് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, എങ്ങനെയാണ് നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്നുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് അവർ പറഞ്ഞത് ഫുൾ ഡ്രസ്സ് ഇടിപ്പിക്കുക, പിന്നെ മോസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ്. അപ്പോൾ അതും ഒരു എന്താ പറയുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കൺട്രി മാറി ട്രാവൽ ചെയ്യുമ്പോൾ. പിന്നെ ഇത്തവണ നാട്ടിലോട്ട് വരുമ്പോൾ വിഷ്ണുവിൻ്റെ പേരൻസിനെയും കൂട്ടി നമ്മളൊരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും ചോദിച്ചൊരു കാര്യമായിരുന്നു വിഷ്ണുവിൻ്റെ പേരൻസ് എന്താണ് ഇങ്ങോട്ട് ഡെലിവറി ടൈമിൽ വരാതിരുന്നതെന്നുള്ളത്. മെയിൻ റീസൺ എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ ഗ്രാൻഡ് മദർ വിഷ്ണുവിൻ്റെ അമ്മയുടെ ഒപ്പമാണ് നിൽക്കുന്നത്. അതായത് വിഷ്ണുവിൻ്റെ അമ്മയുടെ അമ്മ. അമ്മമ്മയ്ക്ക് ഇപ്പോൾ 96 വയസ്സായി ഉണ്ടാവില്ലേ വിഷ്ണു? 96 വയസ്സായിട്ടുണ്ട്. പിന്നെ അമ്മമ്മയ്ക്ക് ഡിമെൻഷ്യ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അമ്മയുടെ പ്രസൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അമ്മയ്ക്ക്. അങ്ങനെ 1 മാസമോ 1.5 മാസമോ ഒന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഇപ്പം അങ്ങനെ പറ്റില്ല. മാക്സിമം അവർക്ക് മാറി നിൽക്കാൻ പറ്റുക 3 ദിവസം 4 ദിവസമൊക്കെ ആയിരിക്കും. കാരണം ഒരു ചേച്ചി ഉണ്ട് അമ്മമ്മയുടെ ഒപ്പം. അപ്പം അങ്ങനെ 3 ദിവസം 4 ദിവസം മാറി നിൽക്കാൻ പറ്റുന്ന പോലെ ഒരു ചെറിയ ട്രിപ്പ് വിഷ്ണുവിൻ്റെ പേരൻസിനെയും കൊണ്ട് നമ്മൾ ഇത്തവണ നാട്ടിൽ പോകുമ്പോൾ പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അല്ലേ. ഇത്തവണത്തെ ട്രിപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാളും കൂടുതൽ ആ ഒരു കൺട്രി കാണാൻ എക്സൈറ്റഡ് വിഷ്ണു ആണ്. സാധാരണ ഞാനല്ലേ കിടന്ന് തുള്ളിച്ചാടാറ്, പക്ഷെ ഇത്തവണ വിഷ്ണുവിനാണ് ആ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഇത്ര എക്സൈറ്റ്മെന്റ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറേ എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യങ്ങൾ ഇത്തവണ നാട്ടിൽ വന്നാൽ ചെയ്യാനുണ്ട്. ഇവനെയും കൊണ്ട് ആദ്യം വരികയാണ്. പിന്നെ ഇവന്റെ ഒരു ചെറിയ ഫംഗ്ഷൻ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ റാൻഡംലി അങ്ങോട്ട് വീടുകളിൽ പോവാതെ അറൈവൽ ഓഫ് യുവാൻ എന്ന് പറഞ്ഞിട്ട് ചെറിയ വെരി ഇമ്മീഡിയറ്റ് ഫാമിലിനെ വെച്ചുകൊണ്ടിട്ടുള്ള ചെറിയൊരു ഫംഗ്ഷൻ നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ ഇവന്റെ ചോറൂണുണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് വേറെ 1-2 ഫാമിലി ഫംഗ്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ട്രിപ്പ് ഉണ്ട്, അൽക്കാനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ പാക്ഡ് ആയിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു നാട്ടിൽ വരവാണ് ഇത്തവണ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ എന്തായാലും ഞാൻ മുഴുവൻ ഇപ്പം ഇരുന്ന് ഇങ്ങനെ പറയണ്ടല്ലോ, നമുക്ക് ആ വ്ളോഗുകളിൽ തന്നെ ഞാൻ എല്ലാം ഷെയർ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ ചെറുതായി ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ച് ഞാൻ പുറത്തു പോട്ടെ. എന്നിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴേ ഇവിടെ കൺസൾട്ടൻസി ബ്യൂറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് പിള്ളേരുടെ വാക്സിനേഷൻസും കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പല സ്ഥലങ്ങളും ക്ലോസ്ഡ് ആണ്, പല സ്ഥലങ്ങളും നമ്മൾ മെയിൽ അയച്ചിട്ടൊക്കെ റെസ്പോണ്ട് വന്നിട്ട് വേണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ മെയിൻലി നോക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സിന്റെ കാലമൊക്കെ തീർന്നു, തണുപ്പൊക്കെ തുടങ്ങിയില്ലേ, അതുകൊണ്ട് സമ്മർ ഡ്രസ്സൊക്കെ പെട്ടിക്കെറ്റി തുടങ്ങണം. ഇനി നമുക്ക് സ്വെറ്ററും സ്വെറ്റ് ഡ്രസ്സും ജീൻസും അതിലോട്ടൊക്കെ മാറാം. വേണ്ട, നമ്മൾ നാട്ടിൽ വരല്ലേ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ ഇന്ന് നമുക്ക് അധികം മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ജീൻസും ഒരു സ്വെറ്റ് ഷർട്ടും എടുത്തിടാം. കാരണം ഇവനെയും കൊണ്ട് പോകുമ്പോൾ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഇവനെയും കൊണ്ട് ഇവിടെ ടോയ്ലറ്റിൽ പോയി അങ്ങനെ അവന് ഡയപ്പർ ചേഞ്ച് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല, ആകെ ഫീഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ആവശ്യം വരുമോ എന്നറിയില്ല. അതുകൊണ്ട് ഈസി ആയിട്ടുള്ളൊരു ജീൻസും ടോപ്പും
നമ്മൾ പോകുന്നതിന്റെ മുന്നേ ഈ ഒരു ഏരിയ എനിക്കൊന്ന് ക്ലിയർ ആക്കണം കേട്ടോ. എല്ലാം ഒരു തവണ ഡ്രസ്സ് ഇവിടെ ഹാങ് ചെയ്തിട്ടേ ഇതിപ്പോ പൊട്ടി വീഴാനായിരിക്കുന്നു. മുകളിൽ കണ്ടോ വിഷ്ണു ഓണത്തിനെടുത്ത മുണ്ടൊക്കെയാണ്, 2 ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം നമുക്ക്. ഇതൊക്കെ സമ്മറിൽ നമ്മളൊരു ബാർബിക്യൂ പാർട്ടിക്ക് ഇട്ടിട്ട് ചുമ്മാ ഇവിടെ ഹാങ് ചെയ്തിട്ടതാ. അപ്പൊ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അയൺ ചെയ്ത് നമുക്ക് നമ്മുടെ അലമറകളിൽ കയറ്റണം. ഇവിടെ ഹാങ് ചെയ്തിട്ടുള്ള ഈ ഒരു ജീൻസ് തന്നെ എടുക്കാം. പിന്നെ ഇവിടെയുള്ള ഒരു സ്വെറ്റ് ഷർട്ടും എടുക്കാം. ഇത് രണ്ടും ഒരു മാച്ച് ഇല്ല, എന്നാലും ഇരിക്കട്ടെ അല്ലേ. ആരെ കാണാനാണ് ഇപ്പൊ അതൊക്കെ, ആരെ കാണാനെന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ആ ടോപ്പ് മാറ്റി ഈ ഒരു പച്ച സ്വെറ്റർ ഇടാട്ടോ. ഇത് കുറെ കാലമായിട്ട് എന്റെ ഒപ്പമുള്ള ഒരു സ്വെറ്ററാണ്. ഏകദേശം ഒരു 5 കൊല്ലം കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം ഇട്ടിട്ടില്ല, പക്ഷെ അത്യാവശ്യം മണ്ണും വീതിയൊക്കെ ഉള്ളത് കാരണം ഇപ്പോഴും സ്റ്റിൽ ഞാൻ അതിൽ കയറേണ്ടതാണ്. പിന്നെ ഈ ഒരു ബ്ലൂ ജീൻസ് നമുക്കിടാം. ഈ വിന്റർ ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പെയർ ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നല്ല രസത്തിൽ ഡ്രസ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ ലെയർ ഒക്കെ ചെയ്ത് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചെയ്യുന്നത് കാണാം. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് വർക്ക് ചെയ്യാറില്ല. എനിക്ക് സമ്മറിൽ ഞാൻ ചെയ്യുന്ന ഡ്രസ്സസ് ഒക്കെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമാണ്. അതിന് ഈ ലെയറിംഗ് പരിപാടി ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ. നമ്മള് ഇടുക, പിന്നെ അതിന് പറ്റുന്ന ഒരു ഷൂ, ചെറിയ കമ്മല്, മാല, അങ്ങനത്തെ പെയറിംഗ് ഒക്കെ എനിക്ക് തിരക്കിടില്ല. അല്ലാതെ വിന്ററിലോട്ട് വരുമ്പോ ഇപ്പൊ ഞാൻ ഇവിടെ സൈഡിൽ 1-2 റെഫറൻസസ് ഒക്കെ കാണിക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കാറില്ല. അപ്പൊ തൽക്കാലം ഈ ഒരു ജീൻസ് ടോപ്പ് കൊണ്ട് ഞാൻ റെഡി ആവട്ടെ. എന്നിട്ട് നമുക്ക് ഷടപടയെന്ന് ഇറങ്ങാം. ഞാൻ റെഡി. എനിക്ക് അങ്ങോട്ട് വല്ലാതെ ഈ ഒരു 2 കളേഴ്സും അങ്ങനെ ഇഷ്ടപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതിനിടയിൽ ഞാനും ഇഷ്ടം കൂടെ ചെറിയൊരു വാഗ്വാദം ഉണ്ടായി. എനിക്ക് ഒറ്റയ്ക്ക് സെൻട്രം പോകാനുള്ള പക്വത വന്നിട്ടില്ല എന്നാണ് വിഷ്ണുവിന്റെ അഭിപ്രായം. പക്വത എന്നല്ല കേട്ടോ, എനിക്ക് ഒറ്റയ്ക്ക് അവനെ ഇരുത്തിക്കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോണ്ട, വിഷ്ണുവിനെ ഡ്രോപ്പ് ചെയ്യാന്ന്. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോകണം എന്നായിരുന്നു എൻ്റെ ഇന്നത്തെ രാവിലെ എണീറ്റപ്പോൾ തൊട്ടിട്ടുള്ള ഒരു ആഗ്രഹം. അപ്പോൾ അറിയില്ല ഫൈനൽ ഡിസിഷൻ എന്തെടുക്കുന്നുള്ളത്. വിഷ്ണു ഡ്രോപ്പ് ചെയ്ത് വിഷ്ണുവിനെ പിക്ക് ചെയ്യാൻ വരാമെന്നാണ് വിഷ്ണു പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് അവൻ കരയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പാനിക് ആയാലോ. അപ്പോൾ തിരിച്ച് നാട്ടിൽ പോയി വരുമ്പോഴൊക്കെ അവൻ കുറച്ചും കൂടെ വലുതാവുമല്ലോ എന്നൊക്കെയാണ് വിഷ്ണുവിന്റെ ഒരു അഭിപ്രായം. അച്ഛനായത് കാരണം അഭിപ്രായങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ, കൺസിഡർ ചെയ്യാം അല്ലെ. യുവി ഒക്കെ വരുന്നുണ്ടോ? എൻ്റെ പ്ലാൻ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫീഡ് ചെയ്തിട്ട് ഉറക്കി അങ്ങോട്ട് കൊണ്ടുപോകാം. എന്നാൽ പിന്നെ ഞാൻ തിരിച്ചു വരുന്നവരെ ഒരു 3-4 മണിക്കൂർ ഏകദേശം ഉറങ്ങുമായിരിക്കും. ഉറങ്ങോ യുവി? ഇല്ലേ? നമുക്ക് ഷോപ്പിങ്ങിന് പോകണം, ഇന്ത്യയിൽ പോകാൻ വേണ്ടിയിട്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ടല്ലോ ഇവൻ്റെ. മോള് കൂടെ വൈറ്റ് ഇടിക്കാം. ഇവനെ നമ്മളൊരു പ്രോപ്പർ ജാക്കറ്റ് ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഇനിയിപ്പോൾ ഒരാഴ്ചയുടെ ഉള്ളിൽ നമ്മൾ നാട്ടിലോട്ട് ട്രാവൽ ചെയ്യാണ്. തിരിച്ചു വരാനാകുമ്പോഴേക്ക് ജാക്കറ്റിന്റെ സമയമായിട്ടുണ്ടായിരിക്കും, നല്ല തണുപ്പായിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു എത്താനാകുമ്പോഴേക്ക് പ്രദുവിന്റെ അഡ്രസ്സിലോട്ട് ജാക്കറ്റ് ഓർഡർ ചെയ്ത് വെക്കാം, അവന്റെ സൈസ് നോക്കിയിട്ട്. ഇപ്പം എന്തായാലും ഇപ്പം ഉള്ളതിനേക്കാളും 2 മാസം കഴിയുമ്പോൾ സൈസ് മാറുമല്ലോ. അപ്പം ഇപ്പം അങ്ങനെ തണുപ്പ് തണുപ്പ് തുടങ്ങുന്ന സമയമായത് കാരണം നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു വൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ അധികം വീഡിയോസിലും. അങ്ങനത്തെ ഒരു കവർ ചെയ്യുന്ന ഒരു കാര്യമാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു ജംപ് സ്യൂട്ട് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 2 ഹൈഡ്രോഫിൽ ഉണ്ട്, എൻ്റെ ഒരു പേര് ഡ്രസ്സ് ഉണ്ട്, വാട്ടർ ബോട്ടിൽ ഉണ്ട് പുറത്ത് വെച്ചത്. 3 ഞാൻ ഇപ്പൊ വരില്ലേ 2-3 മണിക്കൂറിലോ. യുവി ലെറ്റ്സ് ഗോ. യുവി നമ്മുടെ ഫസ്റ്റ് ഡേറ്റിന് നമുക്ക് പോവാം. നമുക്ക് ഇത്ര ശീലാക്കല്ലേ ഇനി. നമ്മളിങ്ങനെ ഡേറ്റിന് പോയി കൊണ്ടേടിക്കും. അങ്ങനെ എപ്പോഴും പറയണ പോലെ കുട്ടിയും വട്ടിയും ചട്ടിയും ഡൈപ്പർ ബാഗും എല്ലാം എടുത്ത് ഷട്ട പട്ടേന്ന് കാറ് കയറി. ഇറങ്ങാൻ നേരമായപ്പോക്ക് ഇവന് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഉറക്കി പിന്നെ അങ്ങോട്ട് കാർ സീറ്റിക്ക് മാറ്റി ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് അവന് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു 2 മിനിറ്റിൽ ഷട്ടേന്ന് ഇറങ്ങാൻ നിൽക്കായിരുന്നു. 2 മിനിറ്റ് അവർക്കൊന്ന് ഹോൾഡ് ചെയ്തു. എന്നിട്ട് ഇതേ കയറ്റി ഉടനെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ വിഷ്ണു നമ്മളെ ഡ്രോപ്പ് ചെയ്ത് തരികയാണ് ഹാഫ് ഡ്രോപ്പ് സെന്ററും. അത് കഴിഞ്ഞ് നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷ്ണു വന്ന് പിക്ക് ചെയ്യും. വിഷ്ണു എന്നോട് പറയായിരുന്നു സ്ട്രോളർ ഓടി വെച്ച് പറഞ്ഞു വരുന്നത്. വട്ട് ഇസ് മാൻ ഇതിപ്പോ പറഞ്ഞല്ലോ കേട്ടോ, മുന്നേ പറഞ്ഞൊരു കാര്യമായിരുന്നേ. അപ്പോ സ്ട്രോളർ എന്തായാലും വെച്ച് മറന്നു വരുന്നില്ല. എന്നിട്ട് എന്നോട് അന്ന് പറയായിരുന്നു, ചുമ്മാ നമ്മളിങ്ങനെ തമാശക്ക് ഇങ്ങനെ ഓരോന്ന് പറയില്ലേ. അപ്പൊ ആദ്യം സ്ട്രോളറായിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് വരാൻ, എന്നിട്ട് മറക്കാതെ 2-3 തവണ സ്ട്രോളർ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യുവീനെ തരാമെന്ന്. അപ്പൊ ഇത് ആദ്യമായിട്ട് പോകുമ്പോൾ തന്നെ യുവീനെയും കൊണ്ട് തന്നെയാണ് പോണത്. ചെന്നുടനെ ലഞ്ച് കഴിക്കണം. ഞാൻ പുറത്തുനിന്ന് ലഞ്ച് കഴിക്കാന്ന് വിചാരിച്ചു. ഒന്ന് വിഷ്ണുവിന്റെ വീട്ടിൽ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പൊ അതായിട്ട് വിഷ്ണു ഒന്ന് സംതൃപ്തിപ്പെടും. അല്ലേ വിഷ്? സത്യം പറഞ്ഞ ഇവനെയും കൊണ്ട് പോകുമ്പോഴേ
എത്രത്തോളം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്റെ ഒരു ആഗ്രഹം, എന്റെ ഒരു ഓർമ്മ എന്നുള്ള രീതിയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ഞാൻ ഇവനെയും വെച്ച് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തപ്പോഴും ഇതേ ടെൻഷൻ എനിക്കുണ്ടായിരുന്നേ. കാരണം മറ്റേത് ക്യാമറ കൊണ്ട് വെക്കുക, അത് ഷൂട്ട് ചെയ്യുക, തിരിച്ചു വന്ന് ക്യാമറ ഓഫ് ചെയ്യുക, പിന്നെ അടുത്ത ആംഗിൾ വെക്കുക, അതൊക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തിരുന്ന കാര്യമാണല്ലോ. പക്ഷെ ഇവനെയും വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഇവനുണ്ടായിരിക്കും എന്റെ കയ്യില്. അപ്പൊ ഇവനെ എടുക്കുമ്പോൾ ഇവന്റെ മൂഡ് മാറരുത്, ഇവന് ബുദ്ധിമുട്ട് വരരുത്, അതൊക്കെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എങ്ങനെ എനിക്ക് ക്യാമറ ആംഗിൾ അവിടെ ഇവിടെയൊക്കെ വെക്കാൻ പറ്റും എന്നുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു നിങ്ങൾ ആദ്യം ഇവൻ ജനിച്ചതിന് ശേഷം കണ്ട ഒരു ഡേ ഇൻ മൈ ലൈഫ് ടോ. അപ്പൊ അതെനിക്ക് വലിയ തിരക്കേടില്ലാതെ ചെയ്യാൻ പറ്റി. കുറച്ചും കൂടി ഒരു പ്ലാനിങ് ആവശ്യമുണ്ടായിരുന്നു നമ്മൾ സാധാരണ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതിനേക്കാളും. കാരണം ചെറിയ ആൾ ഇൻവോൾവ് ആകുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരാൻ പാടില്ലല്ലോ. അതേപോലെ തന്നെ ഇത്തവണ പുറത്തു പോകുമ്പോഴും എത്രത്തോളം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്കറിയില്ല. ഷൂട്ടിംഗ് ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ പ്രയോറിറ്റി നമ്പർ 2 ആയിരിക്കും. ഇവന് പോയി വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ എത്തുക എന്നുള്ളതായിരിക്കും പ്രയോറിറ്റി നമ്പർ 1. പക്ഷെ എന്നാലും ഇടയിൽ കൂടെ എനിക്കിത് പിന്നെ എപ്പോഴെങ്കിലും കാണണം എന്നുള്ള ആഗ്രഹം കാരണം ഞാൻ ഇവനെയും കൊണ്ട് പുറത്തു പോയ എന്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹം കാരണം നമുക്ക് എടുക്കാൻ ശ്രമിക്കാം അല്ലെ. ഞാൻ ഇന്നൊരു വർക്കിംഗ് ഡേ ആയപ്പോ തിരക്ക് കുറച്ച് കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇവനെയും കൊണ്ട് പുറത്തു വരാന്ന് വിചാരിച്ചത്. പക്ഷെ പാർക്ക് ചെയ്യാനൊരു സ്പോട്ട് പോലും കിട്ടുന്നില്ല, അത്രയും ബിസി. എന്താണത് ഇവിടെ വല്ല വെറുതെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പോ ഇവനെയും കൊണ്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ, ഈ ഒരു സ്ട്രോളറിന്റെ ഈ ഒരു പോർഷൻ എനിക്ക് നിവർത്താനും അടയ്ക്കാനും വലിയ ഐഡിയ കിട്ടുന്നില്ല എങ്ങനെയാന്നുള്ളത്. 2-3 തവണ ട്രൈ ചെയ്തെങ്കിലും ഇടയ്ക്ക് ശരിയാവും, ഇടയ്ക്ക് ശരിയാവാതിരിക്കും, അങ്ങനെയാണ്. അതായിരുന്നു എനിക്ക് ടെൻഷനുള്ള ഒരു കാര്യം. ഇപ്പം എന്തായാലും വിഷ്ണു വന്നോണ്ട് ആ ടെൻഷൻ മാറി. ഇങ്ങനെ സ്ട്രോളറിൽ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഡയപ്പർ ബാഗ് വാങ്ങിക്കാനുള്ള റീസൺ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോകുമ്പോൾ ഇവർ എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്ന് എടുക്കുന്നു കൊടുക്കുന്നു, പെട്ടെന്ന് എടുക്കുന്നു കൊടുക്കുന്നു, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനം എക്സ്ട്രാ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടോ. കാരണം ഈ ഒരു ബാഗിന്റെ തന്നെ ഇതൊട്ടും സ്ട്രോങ് അല്ല. അപ്പൊ ഞാൻ എല്ലാം എടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയുണ്ടല്ലോ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് എനിക്ക് കവർ വാങ്ങിക്കണ്ട, അതിന്റെ അടിയിൽ തന്നെ എനിക്ക് സ്റ്റോറേജ് ഉണ്ട്. അപ്പൊ എനിക്ക് അതിൽ ഇടാൻ പുറത്ത് ആവശ്യം വരുവാണ് വെച്ചോളൂ. ചുട്ട് എനിക്ക് അവസാനമാണ് തൽക്കാലം ഇവിടെ വെച്ചാലും മതി. തേഴ്സ്ഡേസ് ഇവിടെ നെതർലാൻഡ്സിൽ വർക്കിംഗ് ഡേ അല്ലാതെ വെക്കുകയോ? എത്ര ആൾക്കാരാ പുറത്തെന്നറിയോ? ചിലപ്പോൾ പിള്ളേർക്ക് ഇവിടെ ഫോൾ സീസണിന്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. നമുക്ക് ഇവിടുന്ന് ലഞ്ച് കഴിക്കാം ആദ്യം. ഇതിവിടെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തൊരു കഫേയാണ് കേട്ടോ. ഒരു തവണ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. പക്ഷെ അത് 5 മണിക്ക് ശേഷമായത് കാരണം ഇവിടെ അപ്പോൾ പേസ്ട്രീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ച് ഇവിടുന്ന് കഴിക്കാം. ഞാൻ കഴിക്കുന്നതിൻ്റെ മുന്നേ ഇവൻ്റെ പാലിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നില്ലേന്ന്. ഡെലിവറി കഴിഞ്ഞ സമയം തൊട്ടേ ഞാൻ വ്ളോഗിൽ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവാണ്, അതുകൊണ്ട് എനിക്ക് ഫുള്ളി അവൻ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യിക്കാൻ പറ്റാറില്ല എന്ന്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്തെങ്കിലും ഒന്നും സക്സസ്ഫുൾ ആയിട്ടില്ല ഇതുവരെ. ഡോക്ടേഴ്സിനെ കാണിക്കുക, എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ എടുക്കുക, അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തു. പക്ഷെ ഓരോ ബോഡിയും ഓരോ പോലെയാണ്. എൻ്റെ ബോഡിയിൽ വലിയ ഇമ്പ്രൂവ്മെന്റ്സ് അതിനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇറ്റ്സ് ഓക്കെ. ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് സ്ട്രെസ്ഡും അതേപോലെ തന്നെ കുറച്ച് ഫ്രസ്ട്രേറ്റഡും ഒക്കെ ആയിരുന്നു. പക്ഷെ ലേറ്റർ നമ്മൾ ആ ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തു. സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ നല്ലപോലെ കുറച്ചു. ഈ പറഞ്ഞതുപോലെ എൻ്റെ ചോയ്സ് ഒന്നുമല്ല ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടെന്നുള്ളത്, എൻ്റെ സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് ഒരു ഗിൽറ്റിന്റെ ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രൈയിങ് നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഡെയിലി മൾട്ടിപ്പിൾ ടൈംസ് ഇവനെ കൊണ്ട് ലാച്ച് ചെയ്യിപ്പിക്കും. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് അതിനനുസരിച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയും ട്രൈ ചെയ്യാറുണ്ട്. എല്ലായ്പ്പോഴും ഞാൻ ഇതിനെപ്പറ്റി വോക്കലാവാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് മനസ്സിലാവും എത്രമാത്രം നമുക്ക് സങ്കടം ഉണ്ടാക്കും. നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ട് നമുക്ക് പാല് കുറവാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചോയ്സ് അല്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടെന്നുള്ളത്. പാല് കുറവാണ്, പല കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ട്രെസ് കുറച്ച് റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്ത് യുവിയുടെ വിശപ്പ് മാറുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യത്തിൽ സമാധാനം കണ്ടുപിടിക്കുക, സന്തോഷം കണ്ടെത്തുക. അതാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. നമ്മുടെ 2 പേരുടെയും വിശപ്പ് മാറി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന സമയത്ത്, അതായത് 2019 വന്നത്. അപ്പൊ അന്ന് നെയ്ത്തനും ഷിവും ഒക്കെ കുഞ്ഞു മക്കളായിരുന്നല്ലോ. അപ്പൊ നമ്മൾ പുറത്ത് ഷോപ്പിങ്ങിന് പോകുമ്പോ ദീപ ചേച്ചി അമ്മു ചേച്ചിയൊക്കെ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാരി ബാഗിൽ അവരൊപ്പം കൊണ്ടുവരും. എനിക്കിപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജി എടുത്തത് ആലോചിച്ച്. അത് കഴിഞ്ഞ് ഒരു 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ മോനെ ഉന്തിക്കൊണ്ട് നടക്കുന്നു. നമ്മൾ ഇവിടെയുള്ള ഒരു ടോയ് ഷോപ്പിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ 2 ഫ്രണ്ട്സ് ഇന്ന് ഈവനിങ് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ, ഇവനെ കാണാൻ വേണ്ടിയിട്ട്. അവര് നാട്ടിലായിരുന്നു, അതുകൊണ്ട് അവർ ഇവനെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും, എൻ്റെ മോൻ കാണിച്ചു പറയാലോ, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും. ആര്യ കൃഷ്ണ പറഞ്ഞിട്ട് മുന്നേ 1-2 വ്ളോഗിലൊക്കെ നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോഴാണ് ഇവനെ കാണാൻ വേണ്ടി വരുന്നത്.
അപ്പോൾ അവർക്കും 1 വയസ്സുള്ളൊരു മോനുണ്ട്. അവൻ ഇതുവരെ കാര്യമായിട്ട് ഞാൻ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ പിന്നെ ചിക്കൻ പോക്സിൻ്റെ ഇഷ്യൂ അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ അധികം ഗ്യാതറിങ്ങിൽ പോകുന്നത് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം അവൻ വീട്ടിൽ വരുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഈ ഒരു ടോയ് ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. ഒരു കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ. ഇവൻ ഇങ്ങനെ നടക്കാനുള്ള പ്രായമൊക്കെ ആകുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവൻ കുറേ ടോയ്സ് വേണമെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, അതൊക്കെ ഞാനിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നോക്കി വെച്ചു ഏതാ ടോയ് വാങ്ങിക്കേണ്ടതെന്ന്. പോവാൻ നേരത്തെ വാങ്ങിക്കാൻ വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ആകെ ഈ ഒരു സ്ട്രോളറിൽ താഴെ ഒരു ചെറിയ കമ്പാർട്ട്മെൻ്റ് ആളെ നമുക്ക് വാങ്ങിയ സാധനങ്ങളിടാൻ. അപ്പോൾ അത് ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ അത് ഫുള്ളാവും. അപ്പോൾ അതുകൊണ്ട് അവസാനം വന്നിട്ട് വാങ്ങിക്കാതെ. ഇനി നമ്മൾ ഹേമയിൽ വന്നിരിക്കുകയാണ് കുറച്ച് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഞാനും വിഷ്ണു ഇപ്പോൾ ഏകദേശം 7 കൊല്ലത്തോളമായി ഇപ്പോൾ വേറൊരു രാജ്യത്ത്. 7 കൊല്ലത്തോളമൊക്കെ നമ്മൾ നാട് വിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നാട്ടിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ കുറച്ച് എഫേർട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ചില റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും കംപ്ലയിൻസ് ഒക്കെ തന്നെ ആയിരിക്കും. അങ്ങനത്തെ കംപ്ലയിൻസ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പൊതുവേ റിലേഷൻഷിപ്സിൽ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോഴേ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഫീൽ ചെയ്യാറ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യാറ്? അതല്ലല്ലോ പറഞ്ഞു വന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇവിടെയായിട്ടും നാട്ടിലെനിക്ക് കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് നല്ല കുറച്ച് റിലേഷൻഷിപ്സും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്കൊരാഗ്രഹം. അപ്പോൾ ആ ഒരു ഷോപ്പിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈസി ആയിട്ട് നമ്മൾ എന്താ പറയുക നടന്നു കയറിയതൊക്കെയാണ് സ്റ്റേഴ്സ്. പക്ഷെ ഇപ്പോൾ സ്ട്രോളറുള്ളതുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് എടുക്കണം. എനിക്ക് കുറച്ചൊരു ക്ലോസ്ട്രോഫോബിക് ആണ് ഞാൻ. അതുകൊണ്ട് അത്ര ഈസി അല്ല എനിക്ക് ഈ ഒരു ലിഫ്റ്റിൻ്റെ ചെറിയ ലിഫ്റ്റിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നിൽക്കൽ. ഇപ്പോഴൊരു ആശ്വാസം വന്നാൽ എനിക്ക് ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഗിഫ്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാ തവണ നാട്ടിൽ വരുമ്പോഴും ഞാൻ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ഗിഫ്റ്റ് വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ഹോർമോൺസ് ഒക്കെ റിലീസ് ആവും. മുന്നേയൊക്കെ ഉണ്ടല്ലോ ഒരിക്കലും ഞാൻ ഈ വഴി നടക്കുമ്പോൾ സ്ട്രോളർ ഉന്തി നടക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ട് പോലുമില്ലേ. ഇപ്പം ഞാൻ പക്ഷെ നോക്കുമ്പോൾ മൊത്തം എല്ലാവരുടെ കയ്യിലും ഒന്നെങ്കിൽ സ്ട്രോളർ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാരി ബാഗ് ഉണ്ട്. എന്തായാലും നമുക്ക് വേണ്ടതേ നമ്മൾ കാണുള്ളൂ എന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് അത്. ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവൻ കവേർഡാണ്, പക്ഷെ ഇതിനൊരു റെയിൻ കോട്ട് പോലത്തെ ഒരു സംഗതി ഉണ്ട്, റെയിൻ കവർ പോലത്തെ. അത് ഇതുവരെ ഇട്ടിട്ടില്ല, അത് ഇടണം. സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പല പേടികളും മാറുന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇരിക്കും എൻ്റെ ക്ലോസ്ട്രോഫോബി കുറച്ചൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം. ഏത് കടയിൽ പോയി കഴിഞ്ഞാൽ ലിഫ്റ്റ് എടുത്തേ പറ്റൂ. ഒരു 10-40 ആൾക്കാർ ലിഫ്റ്റ് ഉണ്ടാവാനും പോകണല്ലോ. അപ്പൊ അതുകൊണ്ട് മെല്ലെ ഈ പേടി അങ്ങോട്ട് മാറുന്നുണ്ടായിരിക്കും. ഇതോട് ഭംഗിയുള്ള ഡെക്കോസാ നോക്കി നോക്കൂ. ഒരു മെരി ക്രിസ്മസിന്റെ ഒരു ബോർഡ്, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിരിച്ചു വന്നിട്ട് നമുക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ നമുക്ക് ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സാധനം വാങ്ങി, നല്ല ഭംഗിയില്ലേ കാണാൻ. യുവി നല്ല ഉറക്കാണ് കേട്ടോ. പൊതുവേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൻ സുഖസുന്ദരമായി കിടന്നുറങ്ങാറുണ്ട്. അടുത്ത് നമുക്ക് H&M ഒന്ന് കയറാം കേട്ടോ. എനിക്ക് 1-2 ജീൻസ് നോക്കണം എന്നുണ്ട്. H&M ജീൻസ് ഇപ്പോൾ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഭയങ്കര എന്താ ബാക്കിന്ന് കേട്ടത്. അപ്പോൾ ഈ H&M ജീൻസ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് കണ്ടോ, ഈ ജീൻസൊക്കെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിനേക്കാളും ലൈറ്റ് വെയിറ്റ് ആയത് ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. ഇടാൻ വേണ്ടി ഭയങ്കര സുഖമാണ്. ചൂടൊന്നും വലിയൊരു വിഷയമായിട്ട് തോന്നില്ല. പിന്നെ ഒരു ജീൻസ് ഇടുമ്പോൾ ഒരു കനം ഉണ്ടല്ലോ, അതും തോന്നില്ല. അതുകൊണ്ട് H&M ജീൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ കുറേ നല്ല മെറ്റീരിയൽ വരുന്ന ജീൻസ് ഉണ്ട്. ഇതൊക്കെ കണ്ടോ, ഭയങ്കര കണ്ടാലേ അറിയാം, കണ്ടാലേ ഇടാൻ തോന്നും അങ്ങനത്തെ മെറ്റീരിയൽ. കണ്ടോ ഇത്ര സോഫ്റ്റാണിത്. ഈ ജീൻസ് കണ്ടോ, ഇത് എൻ്റെ കയ്യിലുള്ള ആ ഒരു ബാഗി ഇങ്ങനെ കുറച്ച് കീറി പറഞ്ഞ ജീൻസാണ്. അതും ഞാൻ H&M എന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് കാലം H&M ജീൻസ് തന്നെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ വേറെ പല ബ്രാൻഡ്സും അത്ര ഇങ്ങോട്ട് പറ്റുന്നില്ല. നമ്മുടെ 2 പേരുടെയും വീഡിയോ എടുത്തരാൻ വേറെ ആരും ഇല്ലാത്തത് കാരണം നമുക്കൊരു മിറർ സെൽഫി ഒക്കെ എടുക്കാം. ഇനി നമുക്ക് സാറയിൽ പോവാട്ടോ. സാറയിൽ എല്ലാ തവണയും ഞാൻ നാട്ടിൽ പോകുമ്പോൾ കുറച്ച് നല്ല പെർഫ്യൂംസ് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറച്ച് നേരം നമ്മൾ ട്രൈ ചെയ്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസിന് നല്ല ഫ്രാഗ്രൻസ് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് അങ്ങനെ 2-3 പെർഫ്യൂംസ് എടുത്തു. അങ്ങനെ അത് വാങ്ങി. നമുക്കിനി 1 മണിക്കൂറും കൂടെ ഉണ്ട്. 1 മണിക്കൂറിൽ വിഷ്ണു ഇങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞു കേട്ടോ. ഇവർക്ക് ഒട്ടും മടിയില്ലാത്തതും നമുക്ക് ഏറ്റവും മടിയുള്ള കാര്യം ഒന്നാണ് ക്യൂ നിൽക്കാൻ, ലൈനിൽ നിൽക്കാൻ. സാധനം വാങ്ങിയിട്ടേ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും ഇവരൊറ്റ കൗണ്ടർ മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇവൻ്റെ ഒരു പരിപാടി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തും കൊണ്ട് ഒരു 5 ഫാമിലിനെ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാനും വിഷ്ണു അതിൻ്റെ പല പോസിബിലിറ്റീസ് ആലോചിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഇതെങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്തെടുക്കാൻ പറ്റാന്ന് ഒരു ഐഡിയ എനിക്ക് കിട്ടാത്തത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തതിൽ വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ അത്. ചില സാധനങ്ങൾ നമുക്ക് കണ്ട അപ്പം എടുക്കാൻ തോന്നുന്നു അറിയില്ലേ, അങ്ങനെ ഒരു ഐറ്റം കേട്ടോ. ഭയങ്കര ഫിനിഷിങ്. ഇത് എത്ര വലിപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. കുട്ടി പാത്രമാണേ, ഇത് എൻ്റെ കയ്യിൽ വെച്ചാൽ എത്ര വലിപ്പമേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ഫിനിഷിങ്. നല്ല രസമുണ്ട് കാണാം. ഇത് എന്തായാലും ഞാൻ നിൽക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന വീഡിയോസൊക്കെ എങ്ങനെ എടുക്കാമെന്ന് അറിയോ, അധികം ആളും പരിസരവും ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടുപിടിക്കും. എന്നിട്ട് ക്യാമറ അതിന് പറ്റുന്ന ഒരു സ്ഥലത്ത് വെക്കും. എന്നിട്ട് ഞാൻ വീണ്ടും പിന്നിക്ക് പോകും. അതിനുശേഷം നമ്മൾ ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ ചുറ്റും നോക്കി വാവ് എന്നൊക്കെ പറഞ്ഞ് ക്യാമറയ്ക്ക് നോക്കാനേ പാടില്ല, അയ്യോ ഇവിടെ ഇരിക്കാനും പാടില്ല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോകും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു ഷോട്ട് കിട്ടും? ഇങ്ങനത്തെ ഒരു ഷോട്ട് കിട്ടും. ഇടയിൽ നമ്മളൊന്ന് കണ്ണു തുറന്നപ്പോ അറിയാത്ത സ്ഥലല്ലേ, അറിയാത്ത സ്ഥലം ഞാനിങ്ങനെ ഉരുണ്ടോണ്ടിരിക്കണു അല്ലേ യുബി. കണ്ണു തുറന്ന് ചെറിയൊരു കരച്ചിലൊന്ന് പാസ്സാക്കിയായിരുന്നേ. കുറച്ച് ടെൻഷൻ അടിച്ചു ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, പക്ഷെ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഉറക്കത്തൊട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ യുബിയുടെ രണ്ടാമത്തെ പാലുകൂടി സമയമായിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂറിലാണ് ഇവന് ഫീഡ് ചെയ്യാറ്. അങ്ങനെ ഓർത്ത് ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല. കൃത്യം ഒരു 3 മണിക്കൂർ 3.25 മണിക്കൂറാകുമ്പോൾ ഇവൻ തന്നെ എണീറ്റ് കരയാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഫീഡ് ചെയ്യാറ്. ഇവനിപ്പോൾ കുറച്ചും കൂടെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയോണ്ടേ സ്ട്രോളറിലൊക്കെ ഇരിക്കുമ്പോഴും ഉണർന്നിരിക്കുന്ന സമയം നല്ലോണം കണ്ണ് തുറപ്പിച്ച് ചുറ്റും നോക്കുന്നത് കാണാം. ഇവൻ കരഞ്ഞത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചൂടെടുത്തിട്ടായിരിക്കും. ഇത്രയും ഡ്രസ്സൊക്കെ ഇട്ട് എനിക്ക് തന്നെ ചൂടെടുക്കണം. അപ്പോൾ പുറത്തൊന്ന് ഇറങ്ങി ഒന്ന് കാറ്റ് കൊള്ളിക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് അകത്ത് കയറാം. ഇവിടെ നമ്മൾ ജിയുടെ അപ്പോയിന്റ്മെന്റിനൊക്കെ പോകുമ്പോൾ ഇവർ പറയുന്ന കാര്യം കേട്ടോ, ഇവനെ ഡച്ചായിട്ട് വളർത്തണം. അതായത് വെതറിനോടുള്ള ഇതൊക്കെ കേട്ടോ, ഭയങ്കര മൂടി കെട്ടിയിട്ടൊന്നും വളർത്തരുത്. ഇവിടുത്തെ വെതർ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം വളർത്താനെന്ന്. അപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ ഇവനെ കളിപ്പിച്ചിരുന്നതാണ് ഡച്ച് ബോയ് വിത്ത് ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛനൊരു പാട്ടൊക്കെ പാടിയിരുന്നു ഇവനെ നോക്കിയിട്ട്. ചുമ്മാ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവന് ചിലപ്പോൾ ചൂടെടുത്ത് കരഞ്ഞതായിരിക്കാം. പുറത്തിറങ്ങിയപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ട്. €2 അവർ സെല് ചെയ്യാൻ വെച്ചിരിക്കുന്നുണ്ടോ. ഇത് ഞാൻ സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ, പക്ഷെ എന്നാലും നേരിട്ട് കണ്ടപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ തേങ്ങ വിളിച്ച കളിയല്ലേ ചെയ്യുക. ഇത് €2. എന്താ അല്ലേ, ആരാ വന്നിരിക്കുന്നത് നോക്കൂ. ഫ്രഷ് ആയല്ലോ. ഇങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ജോലി. ഗുഡായിരുന്നോ? എവിടെയായിരുന്നു നിങ്ങളെന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും പൊന്നിച്ചിരിക്കുകയാണ്. ഞെട്ടിയിരിക്കല്ലേ, ഈ ലൈറ്റ് എല്ലാം കൂടെ കണ്ടപ്പോ ഒരു അന്താളിപ്പിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരുമിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് വലിയ വിലയൊന്നുമില്ല. എനിക്ക് എന്നെ കണ്ട ഭാവം പോലും പഠിച്ചിട്ടില്ല വിഷ്ണു. അങ്ങനെ ഇട്ടാ പറ്റില്ല ചോദിക്കാനുള്ളൂ. വിഷ്ണു താൻ എന്നെ കണ്ട ഭാവം നടിക്കാത്ത താൻ യുവാൻഷി എന്ന് വിളിച്ചിട്ട് കുറച്ച് നേരമല്ലോ. നമുക്ക് പോയി ടോയ്സ് വാങ്ങിത്തരാം. യുവിക്ക് അച്ഛനെ കണ്ടപ്പോ ഒരു സന്തോഷം. എന്താണ് ഒരു സന്തോഷം? എന്റെ കൈ ഇങ്ങനെ ഉണ്ടായിരുന്നു ഉന്തി ഉന്തിയിട്ട്. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എപ്പോഴാ കൃഷി എത്തുക? ഓ ശരിയാ, ആണോ? അവര് മാത്രം വരുന്നേ? അപ്പോൾ മോനൊരു ടോയ് ഞാൻ നേരത്തെ നോക്കി വെച്ചിരുന്നില്ലേ, അതൊന്ന് ഷഡേന്ന് എടുക്കട്ടെ. അതെടുത്തിരുന്നെങ്കിലേ ഇതിൻ്റെ അടിയിൽ ഇപ്പോഴേ ഇങ്ങനെയാണ് അവസ്ഥ. എനിക്ക് ജാക്കറ്റ് ഒന്നും ഇടാൻ വയ്യ, ചൂട് കാരണം. ആ ജാക്കറ്റ് ഒന്നും എടുത്ത് ഉള്ളിക്കിടോ, നിലത്ത് തൊടണോ എന്നൊരു സംശയം. പെട്ടെന്ന് 15 മിനിറ്റിൽ നമ്മളൊരു ടോയ് എടുത്തു. നേരത്തെ നോക്കി വെച്ചായിരുന്നു. പോവാം. ഈ കടയിൽ നമ്മൾ തന്നെ വേണം സ്വയം കവർ ചെയ്യാൻ കേട്ടോ. ഇവിടെ ചില ഷോപ്സിൽ അവർ കവർ ചെയ്തു, ചിലത് നമ്മൾ തന്നെ ചെയ്യണം. കട വെക്കാനായിട്ടുണ്ട്. 5 മിനിറ്റ് ഞാൻ പൊടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കട ഷട്ടർ താങ്ങി പിടിച്ചോണ്ടിരിക്കുകയാണ്. കയറി മടുത്തു. അതുകൊണ്ട് ഞാൻ വിഷ്ണുവിനെ ലിഫ്റ്റ് കയറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആൽബർട്ടയിൽ 1-2 സാധനം മേടിക്കണം. പെട്ടെന്ന് പോയി മേടിക്കും. യുവിന്ന് എനിക്ക് മിസ് ചെയ്തോ? എന്നെ മിസ് ചെയ്തില്ല. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഒരു പുതിയ കാര്യം ഞാൻ ട്രൈ ചെയ്താണല്ലോ ഇവനെയും കൊണ്ട് ഒറ്റയ്ക്ക് പുറത്തു പോകുന്നത്. എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്ങനെയാണ് അവനെ ഡീൽ ചെയ്യേണ്ടതെന്ന് കുറച്ചും കൂടെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.